നിങ്ങളെ പലരും ചെയ്ത് കാണും ക്യാറ്റ്സിൻ്റെ എയർ ഡ്രോപ്പ്. അത് ഓൾറെഡി അവർ സെപ്റ്റംബർ 30 അങ്ങനെ ഒരു ടൈമിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ട്വിറ്റർ അതിലിങ്ങനെ, അതായത് എക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നമ്മളത്ര വിശ്വസിച്ചൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഇവർ കുറേ അനൗൺസ്മെൻറ്റ് നടത്തി. പിന്നെ 15,247 ക്യാറ്റ്സ് ഉണ്ട്. ഞാൻ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്. ആ ട്രാൻസാക്ഷൻ എന്ന് വെച്ചാൽ ടോണിൻ്റെ ട്രാൻസാക്ഷനാണ് 0.2 ഈ ഒരു ട്രാൻസാക്ഷൻ. എന്നിട്ടും വീണ്ടും ഇങ്ങനെ കാണിക്കും, വീണ്ടും ട്രാൻസാക്ഷൻ ചെയ്യുക. അതിൻ്റെ കാര്യമില്ല, ഇത്രയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരു ട്രാൻസാക്ഷൻ ചെയ്താൽ മതി. പിന്നെ OG പാസ് എടുത്തവർക്ക് 70% ആദ്യം എത്ര കിട്ടുന്നത് കിട്ടും. ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതെന്ന് വെച്ചാൽ ടോട്ടലായിട്ടുള്ള സപ്ലൈ നിങ്ങൾ നോക്കുക, 600 ബില്യൺ. അപ്പോൾ ഡോഗ്സിൻ്റെ സപ്ലൈ ആണെങ്കിൽ 500, 550 അങ്ങനെ കണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ അതിലും കൂടുതലാണ് സപ്ലൈ. അപ്പോൾ അതൊക്കെ ആലോചിക്കുക. അതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും പ്രൈസൊന്നും ഇതിന് കിട്ടുമെന്നൊന്നും വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഒരു ടോണൊക്കെ കൊടുത്തിട്ട് തന്നെ വലിയ കാര്യം ഉണ്ടാവുമെന്നറിയില്ല അങ്ങനെ ചെയ്യുന്ന OG പാസ് എടുത്തിട്ട്. പിന്നെ 55% എയർ ഡ്രോപ്പാണ് സീസൺ 1ലും സീസൺ 2ലും കൊടുക്കുന്നത്. പിന്നെ 12% എക്സ്ചേഞ്ച്, അങ്ങനെ ടീം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ സീസൺ 1ലെ കാര്യങ്ങളാണെങ്കിൽ 30% ഓഫ് സപ്ലൈ, അതായത് 180 ബില്യൺ ഫോർ സീസൺ 1 റിവാർഡ്സ്. ഓക്കെ. ഇനി എയർ ഡ്രോപ്പ് ക്രൈറ്റീരിയ, ഈ ഒരു OG പാസ് ഡെയിലി ട്രാൻസാക്ഷൻ നമുക്കൊന്നും ഒന്നും നടത്താനൊന്നും പറ്റത്തില്ല. 0.2 എന്നും ഇപ്പോൾ $2 കൊടുത്ത് ട്രാൻസാക്ഷൻ ഒന്നും നടത്താം, അത് പറ്റുന്ന കാര്യമല്ല. അത് കണ്ടെത്തിയിട്ട് ഇതിന് വലിയ മൂവ്മെൻറ്റ് ഇല്ല, നമുക്ക് നഷ്ടമാണ്. അതുകൊണ്ട് ഒറ്റ ട്രാൻസാക്ഷൻ ഒക്കെ നടത്തുമെങ്കിൽ നടത്തി വെച്ചാൽ മതി. OG പാസ് എന്ന് വെച്ചാൽ ഒരു ടോൺ കൊടുക്കണം, അതിൻ്റെ കാര്യമൊന്നുമില്ല. അത് നമുക്ക് എമൗണ്ട് ഉള്ളവർ മാത്രം അങ്ങനെ ചെയ്യുക. ഓക്കെ. അല്ലാതൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ബാക്കി കാര്യങ്ങൾ ഇൻ ആപ്പ് ആക്ടിവിറ്റീസ്, ടാസ്ക്, ഫ്രണ്ട് ഇൻവെറ്റ്, AI ഫാമിംഗ് എന്ന് വെച്ചാൽ നമ്മളൊരു ക്യാറ്റ്സിൻ്റെ ഒരു ഫോട്ടോ നമ്മുടെ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട്, ആ ഒരു കുറച്ച് ഫോട്ടോകൾ ഡൗൺലോഡ് ചെയ്യുന്നിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇടുക. അത് തന്നെ ഇട്ടാലും പിറ്റേഴ്സ് ഇട്ടാലും കുഴപ്പമില്ല. ജസ്റ്റ് ഒരു AIയുടെ ആ ഒരു ഇത് വേണ്ടി, ആ ഒരു ടാസ്ക് അത് ഡെയിലി. ഓക്കെ, അതും ചെയ്യുക. പിന്നെ എയർ ഡ്രോപ്പ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ 70% ക്യാൻസ്, അത് OG പാസസ് ആൻഡ് ഡെയിലി ട്രാൻസാക്ഷൻ. അത് നമുക്കൊന്നും നടക്കുന്ന കാര്യമല്ല. നമുക്കൊരു ട്രാൻസാക്ഷൻ ഞാൻ നടത്തിയിട്ടുണ്ട്. ഓക്കെ, അതെന്തൊക്കെയായാലും അത് പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പം 30% ആക്റ്റീവ് യൂസർ. അപ്പോൾ ഇത് 30-ാം തീയതിയാണ്, സെപ്റ്റംബർ 30-നാണ്, 21 UTC ടൈമിനാണ്. ഓക്കെ. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളൊന്ന് ജസ്റ്റ് ഇതുവരെ കയറിയവർ കാണും. അപ്പോൾ കയറിയവർ ആക്റ്റീവ് ആവാതിരിക്കുന്നവരാണ്, ജസ്റ്റ് ഒന്ന് ഇതിനകത്തുള്ള ടാസ്കുകളൊക്കെ ഒന്ന് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള ട്രാൻസാക്ഷൻ ഒന്നും ചെയ്യണമെന്നൊന്നും പറയുന്നില്ല, അതിൻ്റെ കാര്യമില്ല. ഇനി നമുക്ക് ക്യാറ്റ്സിലേക്ക് പോകാം. അപ്പോൾ എനിക്ക് കിട്ടിയ 15,247. ഈ ഒരു ക്യാറ്റ്സിലൊരു 12,000 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, അറിയില്ല. ചിലപ്പോൾ 10,000 ആയിരിക്കാം കിട്ടുന്നത്. വെസ്റ്റിംഗ് ഉണ്ടല്ലോ. അപ്പം ഈ അവതാർ എന്നൊരു സംഭവം ഉണ്ടോ, ഈ അവതാർ ഞാനിപ്പോൾ ഓൾറെഡി ഒരു ക്യാറ്റിനെ ഫോട്ടോ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇനി 23 മണിക്കൂർ കഴിഞ്ഞേ പറ്റത്തുള്ളൂ. ഓക്കെ, അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ക്യാറ്റിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ 0.3007, അതായത് USDT ആണിത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 12,000 ക്യാൻസ് എനിക്ക് കിട്ടുന്നെങ്കിൽ അതിൻ്റെ വാല്യൂ, ഇപ്പോഴത്തെ ഒരു വാല്യൂ, ഇതൊന്നും വരത്തില്ല, ഇതിലും കുറയുവേ. അപ്പോൾ 8.4. അപ്പോൾ ഇതിലും കുറഞ്ഞ് ചിലപ്പം 2-ലൊക്കെ ആയിരിക്കും ലിസ്റ്റ് ആവുന്നത്. ഇതാകുമ്പോൾ $2. ഇതിലും താഴെയുള്ളവരൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 5,000 താഴെയുള്ളവരൊക്കെ വലിയ പ്രോഫിറ്റ് കിട്ടത്തില്ലായിരിക്കും. ഇതിന് തന്നെ $1, $2 ഒക്കെ കിട്ടത്തുള്ളൂ. ഈ ഒരു സപ്ലൈയും കാര്യങ്ങളൊക്കെ കൂടുതലല്ലേ. പിന്നെ അതുകൊണ്ട് എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ഉണ്ടായാൽ കിട്ടും. അപ്പോൾ ഇതാണ്, നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക. നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ചെയ്തുകൊണ്ട് കാര്യമില്ല. നേരത്തെ ഉള്ളവർ ആക്റ്റീവ് ആവാതിരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ആക്റ്റീവ് ആവുക. 30-ാം തീയതി ആകുമ്പോൾ സ്നാപ്ഷോട്ട് എടുക്കും. പിന്നെ നമ്മളത് ഇതാവേണ്ട കാര്യമില്ല. ഡെയിലി ഒരു ഡോഗല്ല ക്യാറ്റ്സിനെ ആ ഒരു ഫോട്ടോ അങ്ങനെ അത് ചെയ്താൽ മതി, അത്രയൊക്കെ ഉള്ളൂ. ആ പരിപാടികളൊന്നുമില്ല, ജസ്റ്റ് നോക്കുക. ഓക്കെ. ഇപ്പോൾ ഡ്രോപ്പ് എന്തെങ്കിലും കിട്ടുന്നതാണെങ്കിൽ അത്ര ആവട്ടെ. പക്ഷേ ഇത് വലിയ നമ്മൾ ഇതൊന്നും ചെയ്യണ്ട. ഞാൻ അത്ര വലിയ ഇത് ഗ്രോത്ത് ഒന്നും കാണുന്നില്ല. ചെറിയ എന്തെങ്കിലും ഒരു എമൗണ്ട് $2-3 അത്രയൊക്കെ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ ആയിട്ടാണ്. എല്ലാവർക്കും ഒരു കൂടി നന്ദി, നമസ്കാരം.